ഹലോ ഫ്രണ്ട്സ്, ജോബ്സ് ഗെറ്റ് നോട്ടിഫൈഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ ജോലി കേരളത്തിൽ ആഗ്രഹിക്കുന്ന യുവതിയുവാക്കൾക്ക് വേണ്ടി മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ വരുന്ന ECHS സെൽസ് പുറപ്പെടുവിച്ചിരിക്കുന്ന പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. മലയാളം എഴുതുവാനും വായിക്കുവാനും അറിയുന്നവർക്ക് മുതൽ 8ാം ക്ലാസ്, SLC, +2, ഡിപ്ലോമ, ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ECHS സെൽ ഓൺലൈനായി അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. തുടർന്നും ഇതുപോലുള്ള തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്, വിദ്യാഭ്യാസ യോഗ്യത, ഏജ് ലിമിറ്റ്, സാലറി, എങ്ങനെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും തുടങ്ങിയ വിവരങ്ങൾ നോക്കാം. കേന്ദ്ര സർക്കാർ ജോലി കേരളത്തിൽ ആഗ്രഹിക്കുന്ന യുവതിയുവാക്കൾക്ക് വേണ്ടി മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ വരുന്ന ECHS സെൽസ് ഇപ്പോൾ പാരാമെഡിക്കൽ, നോൺ മെഡിക്കൽ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്താണ് വാക്കൻസികൾ എല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ പോസ്റ്റിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് വരുന്നത് മെഡിക്കൽ ഓഫീസറാണ്. ഈ പോസ്റ്റിലേക്ക് യോഗ്യതയായി വരുന്നത് MBBS ആണ്. 75,000 രൂപയാണ് പ്രതിമാസ വേതനമായി ലഭിക്കുക. 32 വാക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത പോസ്റ്റ് വരുന്നത് മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് ആണ്. ഈ പോസ്റ്റിലേക്ക് യോഗ്യതയായി വരുന്നത് MD അല്ലെങ്കിൽ MS ആണ്. അടുത്ത പോസ്റ്റ് വരുന്നത് ഡെൻ്റൽ ഓഫീസറാണ്. BDS ആണ് യോഗ്യതയായി വരുന്നത്. അടുത്ത പോസ്റ്റ് വരുന്നത് ഗൈനക്കോളജിസ്റ്റ് ആണ്. അനുബന്ധ മേഖലയിലെ MD അല്ലെങ്കിൽ MS ആണ് യോഗ്യതയായി വരുന്നത്. അടുത്ത പോസ്റ്റ് വരുന്നത് റേഡിയോളജിസ്റ്റ് ആണ്. ഈ പോസ്റ്റിലേക്ക് യോഗ്യതയായി വരുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ്. അടുത്ത പോസ്റ്റ് വരുന്നത് ഓഫീസ് ഇൻചാർജ് ആണ്. ആംഡ് ഫോഴ്സിൽ റിട്ടയർഡ് ആയവർക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്ത പോസ്റ്റ് വരുന്നത് റേഡിയോഗ്രാഫർ ആണ്. ഈ പോസ്റ്റിലേക്ക് യോഗ്യതയായി വരുന്നത് ഡിപ്ലോമ ക്ലാസ് 1 റേഡിയോഗ്രാഫർ കോഴ്സാണ്. അടുത്ത പോസ്റ്റ് വരുന്നത് ലാബ് അസിസ്റ്റൻ്റ് ആണ്. DMLT ക്ലാസ് 1 ലാബ് ടെക് കോഴ്സ് ഉള്ളവർക്കും അപേക്ഷകൾ സമർപ്പിക്കാം. അടുത്ത പോസ്റ്റ് വരുന്നത് ലാബ് ടെക്നീഷ്യൻ ആണ്. BSc MLT കൂടാതെ DMLT ഉള്ളവർക്കാണ് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത്. അടുത്ത പോസ്റ്റ് വരുന്നത് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. BPT അല്ലെങ്കിൽ DPT കൂടാതെ ക്ലാസ് 1 ഫിസിയോതെറാപ്പി കോഴ്സ് ഉള്ളവർക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. അടുത്ത പോസ്റ്റ് വരുന്നത് ഫാർമസിസ്റ്റ് ആണ്. BPharm അല്ലെങ്കിൽ DPharm ആണ് യോഗ്യതയായി വരുന്നത്. അടുത്ത പോസ്റ്റ് വരുന്നത് നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആണ്. ഈ പോസ്റ്റിലേക്ക് യോഗ്യതയായി വരുന്നത് ക്ലാസ് 1 നേഴ്സിംഗ് അസിസ്റ്റൻ്റ് കോഴ്സാണ്. ആംഡ് ഫോഴ്സ് ഉള്ളവർക്കാണ് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത്. അടുത്ത പോസ്റ്റ് വരുന്നത് ഡെൻ്റൽ ഹൈജീനിസ്റ്റ് ആണ്. അനുബന്ധ മേഖലയിലുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. അടുത്ത പോസ്റ്റ് വരുന്നത് ഡ്രൈവറാണ്. 8ാം ക്ലാസ് കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസും ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ചൗക്കിദാർ പോസ്റ്റിൽ വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് 8ാം ക്ലാസ് മാത്രമാണ്. ഫീമെയിൽ അറ്റൻഡൻറ്റ് പോസ്റ്റിലും സഫായി വാല പോസ്റ്റിലും മലയാളം എഴുതാനും വായിക്കാനും അറിയുന്നവർക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഫെബ്രുവരി 10, 2024 വരെയാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അവസാന തീയതി. ഇൻ്റർവ്യൂ വഴിയായിരിക്കും ഈ ഓരോ പോസ്റ്റുകളിലേക്കും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുക. ഈ പോസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക. തുടർന്നും ഇതുപോലുള്ള തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.